ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ സില ബീൻതി ലഡ്കിയ എന്നുള്ള കവിതയാണ് നോക്കാനായിട്ട് പോകുന്നത്. ശ്രീ ഏകാന്ത് ശ്രീവാസ്തവാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. അപ്പോ സില ബീന എന്ന് വെച്ച് കഴിഞ്ഞാല് നെൽക്കതിരുകള് പെറുക്കിയെടുക്കുക എന്നാണ്. അപ്പൊ ലഡ്കിയ പെൺകുട്ടികൾ. അപ്പൊ ഇതിന്റെ മുഴുവനായിട്ടുള്ള അർത്ഥം എന്താണ്? സില ബീൻതി ലഡ്കിയ എന്ന് പറയുമ്പോൾ നെൽക്കതിര് പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇനി നമുക്ക് കവിതയിലോട്ട് കടക്കാം. धान कटाई के बाद खाली खेतों में वे रंगीन चिड़ियों की तरह उतरती है. धान कटाई के बाद എന്ന് വെച്ച് കഴിഞ്ഞാല് കൊയ്ത്തിന് ശേഷം, ദാൻ കട്ടായി കൊയ്ത്ത്, കെ ബാദ് എന്ന് പറയുമ്പോൾ അതിന് ശേഷം, ഖാലി ഖേത്തോമേ, ഖാലി എന്ന് വെച്ചാൽ എന്താണ്? ഒഴിഞ്ഞു കിടക്കുന്ന, ഖേത്തോമേ വയലുകളില്, വേ രംഗീൻ ചിടിയോ കി തര ഉതർത്തി ഹെ, അവരെന്താണ് ചെയ്യുന്നത്? രംഗീൻ ചിടിയോ കി തര, കളർഫുൾ ആയിട്ടുള്ള പക്ഷികളെ പോലെ, ഉതർത്തി ഹെ പറന്നിറങ്ങുന്നു. അപ്പോ രംഗീൻ എന്ന് വെച്ചാൽ കളർഫുൾ ആയിട്ടുള്ള, ചിടിയ എന്ന് വെച്ചാൽ പക്ഷി, തര എന്ന് വെച്ചാൽ പോലെ, അതുപോലെ, ഉത്തർത്തി ഹെ സാധാരണഗതിയിൽ നമ്മൾ ഉത്തർന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇറങ്ങുക എന്നാണ് പറയുക. അപ്പൊ സ്റ്റെപ്സ് ഇറങ്ങുക എന്നുള്ള രീതിയിലാണ് ഉത്തർന്നാന്ന് വെച്ചാൽ ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ പക്ഷികളോട് ഈ പെൺകുട്ടികളെ ഉപമിക്കുന്നത് കൊണ്ട് ഇവിടെ അർത്ഥം എന്താണ് വരുന്നത്? പറന്നിറങ്ങുന്നത്. അപ്പം കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളില്, വയലുകളില് ഈ പെൺകുട്ടികൾ എന്താണ് ചെയ്യുന്നത്? കളർഫുൾ ആയിട്ടുള്ള പക്ഷികളെ പോലെ പറന്നിറങ്ങുന്നു. സില ബീൻ ने झुंड की झुंड और एक खेत से दूसरे खेत में उड़ती फिरती है. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് വരുന്നത്? സിലാബീനെ, സിലാബീനെന്ന് വെച്ചാല് ഈ നെൽക്കതിരുകള് പെറുക്കിയെടുക്കാനായിട്ട്. ജുണ്ട് കി ജുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? കൂട്ടം കൂട്ടമായിട്ട് എന്നാണ്. ഓർ ഏക് ഖേത് സെ ദൂസരേ ഖേത് മേ, എന്താണ്? ഒരു വയലിൽ നിന്ന് മറ്റ് വയലുകളിലേക്ക്, ഒരു വയലിൽ നിന്ന് മറ്റേ വയലിലേക്ക്, അങ്ങനെ അങ്ങനെ മാറി മാറി വയലുകളിലൂടെ ഇവര് പോയിക്കൊണ്ടിരിക്കും. ഉടുത്തി ഫിർത്തി ഹെ, ഉടുത്തി ഫിർത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് പറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ താഴെ കൊടുത്തിട്ടുള്ള പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ, ഈ നെല്ലിന്റെ കതിരുകളൊക്കെ ആയിട്ട്. ഇതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളും എന്താണ്? ഈ കൊയ്ത്ത് കഴിഞ്ഞ് കാലിയായിട്ട് കിടക്കുന്ന വയലുകളില് ഇവരെന്താണ്? കളർഫുൾ ആയിട്ടുള്ള പക്ഷികളെ പോലെ ഇവര് പറന്നിറങ്ങും കൂട്ടം കൂട്ടമായിട്ട്. എന്നിട്ട് എന്താണ്? ഈ ധാന്യങ്ങൾ അല്ലെങ്കിൽ ഈ നെൽക്കതിരുകൾ കളക്ട് ചെയ്തിട്ട് ഒരു വയലിൽ നിന്ന് മറ്റ് വയലിലേക്ക് പോകും എന്നുള്ളതാണ്. ഓരോ വയലുകൾ തോറും ഇവർ ഇതുപോലെ പറന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അടുത്തതായിട്ട് ദൂബ്രാജ് ഹോ വിഷ്ണു ഭോഗ് യാ നാഗ് കേസർ വേ रंग और खुशबू से उन्हें पहचान लेती है. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഈ നെല്ലിന്റെ വെറൈറ്റീസിന്റെ പേരാണ്. ദൂബ്രാജ്, അതുപോലെ തന്നെ വിഷ്ണുഭോഗ്, നാഗ് കേസർ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്ന കതിരുകള് ഏത് വെറൈറ്റിയിൽ പെട്ടതാണ് എന്ന് ഇവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്? വേ റംഗ് ഓർ ഖുഷ്ബൂസെ, അതിന്റെ റംഗ്, അതിന്റെ കളറും, അതുപോലെ തന്നെ ഖുഷ്ബു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല്, അതിന്റെ ഫ്രേഗ്രൻസ്, അതിന്റെ മണം വെച്ചിട്ടാണ് ഇവര് കണ്ടുപിടിക്കുന്നത്. ഉൻഹെ പെഹച്ചാൻ ലേത്തി ഹെ, പെഹച്ചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ദൂബ്രാജ് ആയാലും വിഷ്ണുഭോഗ് ആയാലും നാഗ് കേസർ ആയാലും ഈ നെൽക്കതിരുകൾ എടുത്തിട്ട് അതിന്റെ കളറും അതിന്റെ സ്മെല്ലും നോക്കിയിട്ടാണ് ഏത് വെറൈറ്റിയിൽ പെട്ടതാണ് എന്ന് ഇവര് തിരിച്ചറിയുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റാൻസയില് പറയുന്നത്. ഇനി അടുത്തതായിട്ട് दोपहर भर फैली रहती है पीली धूप में उनकी हंसी और गुनगुनाहट. दोपहर भर എന്ന് വെച്ച് കഴിഞ്ഞാല് ഉച്ച തിരിഞ്ഞിട്ടുള്ള സമയം, ആ സമയത്ത് മുഴുവനും ഫാലി രഹത്തി ഹെ എന്ന് വെച്ചാൽ വ്യാപിച്ച് കിടക്കുന്നു അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. പീലി ധൂപ് മേ ഉൻകി ഹസി, പീലി എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞ കളറിലുള്ള, യെല്ലോ കളറിലുള്ള, ധൂപ്പ് വെയിലില്, ഉൻകി ഹസി അവരുടെ ചിരി, ഓർ ഗുൻഗുനാഹട്ട്, ഗുൻഗുനാഹട്ട് എന്ന് വെച്ചാൽ മൂളിപ്പാട്ട്. അപ്പോ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് വയലുകളില് ഈ വെയിലില് എന്താണ് ഉണ്ടാകുന്നത്? ഇവരുടെ ഈ ചിരിയും ഇവരുടെ മൂളിപ്പാട്ടും ഒക്കെ വ്യാപിച്ചു കിടക്കും എന്നാണ് ആ സ്റ്റാൻസയിൽ പറയുന്നത്. ഉൻകെ ബാലോമേ ഹസ്തേ രഹത്തെ ഹെ കനേർ കെ ഫൂൽ, അവരുടെ ബാലോമേ അവരുടെ മുടിയില്, ഹസ്തേ രഹത്തെ ഹെ ചിരിച്ചുകൊണ്ടിരിക്കും, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. എന്താണ്? കനേർ കെ ഫൂൽ, കനേർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? അരളി,
അരളിപ്പൂവ് അവരുടെ മുടിയിൽ ചിരിച്ചുകൊണ്ടേയിരിക്കും. और एक गुलाबी रोशनी उनके चेहरे से फूटकर फैलती रहती है धरती पर. അപ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ മുടിയിൽ ഈ അരളിപ്പൂക്കൾ ഇരുന്ന് ചിരിക്കുന്നതോടൊപ്പം തന്നെ പിന്നീടുള്ള പ്രത്യേകതകളാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗുലാബി റോഷ്നി, ഗുലാബി എന്ന് പറഞ്ഞാൽ റോസ് കളറിലുള്ളതാണ്. അപ്പം ഒരു ഗുലാബി റോഷ്നി എന്ന് പറയുമ്പോൾ റോസ് കളറിലുള്ള റോഷ്നി എന്ന് പറഞ്ഞാൽ വെളിച്ചം, ഒരു വെളിച്ചം. ഉൻകെ ചെഹരെ സെ ഫൂട്ട്കർ, അവരുടെ ചെഹര എന്ന് പറഞ്ഞാൽ മുഖം, അവരുടെ മുഖത്ത് നിന്ന് പൊട്ടിയിട്ട്, അതായത് ഇങ്ങനെ പൊട്ടി വിരിയുക, അതിനാണ് ഫൂട്ട്കർ എന്ന് പറയുക. ഫൈൽത്തി രഹത്തി ഹെ ധർത്തി പർ, ഫൈൽന എന്ന് വെച്ചാൽ എന്താണ്, സ്പ്രെഡ് ചെയ്യുക. ഫൈൽത്തി രഹത്തി ഹെ ധർത്തി പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ അരളിപ്പൂക്കൾ അവരുടെ മുടിയിലിരുന്ന് പുഞ്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ പെൺകുട്ടികളുടെ മുഖത്ത് നിന്നും ഒരു റോസ് കളറിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം എന്താണ് പൊട്ടിപ്പുറപ്പെട്ടിട്ട് അത് ഭൂമിയിലാകെ സ്പ്രെഡ് ആകുന്നു എന്നാണ് പറയുന്നത്. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി ട്ടോ. जब झुकने लगते हैं दिन के कंधे और उन्हें लगता है कि इतनी बालियों से हो जाएगा तैयार, 1 जून के लिए बटकी भर भात वे लौट जाती है. അപ്പം ജബ് ജുക്നെ ലഗ്തേ ഹെ ദിൻ കെ കന്ധേ എന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം ആവുന്ന സമയം, ഈവനിങ് ആവുന്ന സമയത്തിനെയാണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിൻ കെ കന്ധേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിന്റെ കന്ധ എന്ന് വെച്ചാൽ ഷോൾഡർ, ജുക്ന എന്ന് വെച്ചാൽ എന്താണ്, കുനിയുക. അതായത് ദിവസം അവസാനിക്കാറായി, ഡേ ടൈം അവസാനിക്കാറായി, ഇനി രാത്രി വരാറായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്ധ്യാസമയം ആവാറാകുമ്പോൾ. ഉൻഹെ ലഗ്താ ഹെ കി ഇത്നി ബാലിയോ സെ ഹോ ജായേഗ തയ്യാർ, അവർക്ക് തോന്നുമ്പോൾ എന്താണ്, ഇത്ര കതിരുകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റും. എന്ത്, 1 ജൂൺ കെ ലിയെ ബട്ട്കി ഭർ ബാത്ത് വേ ലോട്ട് ജാത്തി ഹെ ഘർ. അങ്ങനെ ഇത്രയും ഇപ്പൊ അവർ കളക്ട് ചെയ്ത ആ നെൽക്കതിരുകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് 1 ജൂൺ കെ ലിയെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സമയത്തേക്കുള്ള, ഒരു നേരത്തേക്കുള്ള ബട്ട്കി ഭർ ഭാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ബട്ട്കി എന്ന് പറഞ്ഞ ഒരു ചെറിയ പാത്രം, അതിൽ നിറയെയുള്ള ഭാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് പുഴുങ്ങി അല്ലെങ്കിൽ വേവിച്ച നെല്ല്. അങ്ങനെ അവർക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള വക ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ അവരെന്താണ് ചെയ്യുന്നത്, വേ ലോട്ട് ജാത്തി ഹെ ഘർ, അവര് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പം ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് സാധാരണത്തേന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഒന്നുകൂടിയും ഞാൻ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്. ഈ സന്ധ്യാസമയം ആകുമ്പോൾ, ദിവസം തീരാറായി രാത്രി വരാറാകുന്ന സമയത്ത് അവർക്ക് തോന്നുകയാണ്, എന്താ ഇത്രയും മതി ഞങ്ങൾക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് അവർക്ക് തോന്നുന്ന സമയത്ത്, വൈകുന്നേരം ആകുമ്പോൾ അവർ ചെക്ക് ചെയ്യും അവരുടെ കയ്യിലുള്ള പാത്രത്തിൽ എത്രത്തോളം കതിരുകൾ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, അത് വെന്ത് കഴിയുമ്പോൾ എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് അവരിങ്ങനെ ചിന്തിക്കും. അങ്ങനെ അവര് കണക്ക് കൂട്ടുമ്പോൾ വൈകുന്നേരമായി, ഇപ്പൊ നമുക്ക് ഏതാണ്ട് 1 ജൂൺ സമയത്തേക്ക്, അതായത് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള അത്രയും ഇതായിട്ടുണ്ട്, ഈ കതിരുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോൾ അവരെന്താണ് ചെയ്യുക, ലോട്ട് ജാത്തി ഹെ ഘർ, അവര് വീട്ടിലേക്ക് പോകുന്നു. जैसे चोंच मारकर उड़ जाने के बाद भी बहुत देर तक भरा रहता है पानी में जल पाखी का संगीत. അപ്പോൾ എങ്ങനെയാണോ ചോഞ്ച് മാർക്കർ ഉഡ് ജാനേക്ക് ബാദ് ബി എന്ന് വെച്ച് കഴിഞ്ഞാല്, ചോഞ്ച് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊത്തുക. പക്ഷികൾ എന്താ ചെയ്യുക, അവരുടെ കൊക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊത്തില്ലേ, അങ്ങനെ അവര് വെള്ളത്തില് കൊത്തിയിട്ട് അവർ പറന്നു പോയതിനു ശേഷവും, ഒരുപാട് നേരം ശേഷവും, പാനി മേ ജൽ പാക്കി ക സംഗീത് രഹത്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ വെള്ളത്തില് അവരുണ്ടാക്കിയ ആ ഒരു താളവും ഓളവും ഒക്കെ ഇങ്ങനെ നിലനിൽക്കും. ജൽപാഖി എന്ന് വെച്ച് കഴിഞ്ഞാല് ജലപക്ഷി, വാട്ടർ ബേർഡിനെയാണ് പറയുന്നത്. അപ്പൊ ഇത് വന്നിട്ട് എന്താണ് ചെയ്യുന്നത്, വെള്ളത്തിൽ ഇങ്ങനെ അതിന്റെ കൊക്ക് വെച്ച് കുത്തി 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 സൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് ഇത് കൂട്ടമായിട്ട് പറന്നു പോകും. അങ്ങനെ ഇത് പറന്നു പോയി കഴിഞ്ഞാലും കുറച്ചധികം സമയത്തേക്ക് വെള്ളത്തില് ഇവരുണ്ടാക്കിയ ആ ശബ്ദം ഇങ്ങനെ നിലനിൽക്കും. ഒരു സംഗീതം പോലെ, ഒരു പാട്ട് പോലെ ഇങ്ങനെ ആ ട്യൂൺ ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഖാലി ഖേത്തോ മേ ബഹുത് ദേർ തക് ഭരാ രഹത്താ ഹെ ഉൻകാ ഹോന,
അതുപോലെ തന്നെ ഈ പെൺകുട്ടികളും ഈ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളിൽ നിന്ന് പോയതിന് കുറേ നേരം ശേഷവും, ഒരുപാട് സമയം ശേഷവും അവരവിടെ ഉള്ളതായിട്ടുള്ള ഒരു പ്രതീതി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനത്തെ 2 സ്റ്റാൻസ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ, ഇത് ലൈൻ ബൈ ലൈൻ പറയാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് 4 ലൈനൊക്കെ ഒന്നിച്ച് വായിച്ചിട്ട് പറയുന്നത്. കാരണം അപ്പോഴാണ് ആ വരിയുടെ ആശയം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആയിട്ട് ഏത് ഭാഗമാണെന്ന് പറയണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഈ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികളുടെ കൊക്കിനെയാണ്, ബീക്കിനെയാണ് പറയുന്നത്. ചോഞ്ച് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊത്തുക എന്നുള്ള അർത്ഥമാണ്. ഊട് ജാനേക്ക് ബാദ് ബി, പറന്നു പോയതിനു ശേഷവും. ബഹത് ദേർ തക് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, കുറെ സമയത്തേക്ക്. ഭരാ രഹത്താ ഹെ. പാനി മേ ജൽ പാഖി കാ സംഗീത്, വെള്ളത്തില് നിലനിൽക്കുന്നു എന്താണ്, ആ ജലപക്ഷിയുടെ സംഗീതം. അതുപോലെ തന്നെ ഖാലി ഖേത്തോമേ, ഒഴിഞ്ഞ വയലുകളില് ബഹത് ദേർ തക് ഭരാ രഹത്താ ഹെ ഉൻകാ ഹോന, ഒരുപാട് നേരത്തേക്ക് നിറഞ്ഞു നിൽക്കുന്നു. ഭരാ രഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നു. ഉൻകാ ഹോന, അവരുടെ സാന്നിധ്യം. അപ്പോ ജസ്റ്റ് ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം. ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടങ്ങളില്, വയലുകളില് പെൺകുട്ടികള് എന്താണ്, കളർഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ബേർഡ്സിനെ പോലെ കൂട്ടം കൂട്ടമായിട്ട് പറന്നിറങ്ങും. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള നെൽക്കതിരുകളും മറ്റും അവര് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്തിട്ട് അവര് വയലുകൾ തോറും ഇങ്ങനെ നടന്നു പോകും. പക്ഷികൾ ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക് പറന്നു പോകുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടികള് ഓരോ വയലിലൂടെയും നടന്നിട്ട് ഇത് കളക്ട് ചെയ്യും. അങ്ങനെ ഏത് വെറൈറ്റിയിൽ പെട്ട റൈസ് ആണ് അവിടെ ഉള്ളത് എന്ന് അതിന്റെ കളറും അതിന്റെ സ്മെല്ലൊക്കെ വെച്ചിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഇവര് എന്താണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് ഇവര് സംസാരിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും മൂളിപ്പാട്ട് പാടിക്കൊണ്ടൊക്കെയാണ് ഇത് കളക്ട് ചെയ്യുക. അപ്പം ആ സമയത്ത് വയലുകളിൽ ഇവരുടെ പ്രസൻസ് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും, ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് വയലുകളിലെ ആ സമയത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, മൂളിപ്പാട്ടുകളും ചിരിയും ഒക്കെ അടങ്ങിയത്. ഇനി ഈ പെൺകുട്ടികളെ നോക്കുമ്പോൾ അവരുടെ മുടിയിൽ എന്താണ്, അരളിപ്പൂ ചൂടിയിട്ടുണ്ടായിരിക്കും. ആ അരളിപ്പൂവ് നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ അവരാണെങ്കിൽ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ മുഖത്ത് ആ ഹാപ്പിനെസ്സും കാണാൻ പറ്റും. പിന്നെ ഇവരുടെ മുഖത്തും ഇവരുടെ തലയിൽ ചൂടിയിട്ടുള്ള ആ അരളിപ്പൂവിന്റെ റോസ് കളറിലുള്ള ഒരു വെളിച്ചം പടരുന്നതായിട്ടും, ആ റോസ് കളറിലുള്ള വെളിച്ചം ഇവരുടെ മുഖത്ത് നിന്നാണ് അത് വരുന്നത്. എന്നിട്ട് എന്താണ് ഉണ്ടാവുന്നത്, ഭൂമിയിൽ സ്പ്രെഡ് ആവുന്നതായിട്ടും കാണാൻ പറ്റുമെന്നാണ് കവി പറയുന്നത്. പിന്നെ വൈകുന്നേരം ആകുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യും എത്രത്തോളം നെൽക്കതിരുകൾ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, അവർക്ക് പെറുക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവര് ഇങ്ങനെ കണക്ക് കൂട്ടും, ഇത് ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ളതുണ്ടോ, ഇത്രയും നെൽക്കതിര് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള വകയായിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഈ സന്ധ്യാസമയത്ത് അവർ തിരിച്ച് പോകും. അങ്ങനെ ഇവര് തിരിച്ചു പോയതിന് ശേഷമുള്ള ആ വയലിന്റെ ദൃശ്യത്തെ കുറിച്ചിട്ട് കവി എന്താണ് പറയുന്നത്, ജലപക്ഷികള് ഈ വെള്ളത്തിൽ കൂട്ടം കൂട്ടമായിട്ട് കുത്തി കുത്തി സൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇവർ കൂട്ടമായിട്ട് പറന്നു പോകും. അങ്ങനെ പറന്നുപോയി കഴിഞ്ഞാലും ആ ശബ്ദം അവിടെ കുറച്ചധികം നേരത്തേക്ക് അവശേഷിക്കും, ഒരു സംഗീതം പോലെ തന്നെ. അതുപോലെ തന്നെ ഈ പെൺകുട്ടികള് വയലുകളിൽ നിന്ന് ഈ നെൽക്കതിരൊക്കെ പെറുക്കിയെടുത്തിട്ട് പോയി കഴിഞ്ഞാലും കുറച്ചധികം നേരത്തേക്ക് അവരുടെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കവിത അവസാനിക്കുന്നത്. ഇനി നമുക്ക് റൈറ്ററിനെ കുറിച്ച് നോക്കാം. ഏകാന്ത് ശ്രീവാസ്തവ് 8 ഫെബ്രുവരി 1964 അദ്ദേഹം ജനിച്ചത്. ഏകാന്ത് ശ്രീവാസ്തവ് का जन्म छत्तीसगढ़ के रायपुर में हुआ. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കവിത, निबंध, आलोचना आदि के क्षेत्र में वे प्रसिद्ध है. കവിത, അതുപോലെ തന്നെ നിബന്ധം എന്ന് വെച്ചാൽ ഉപന്യാസം, ആലോചന എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിറ്റിസിസം അല്ലാന്നുണ്ടെങ്കിൽ വിമർശനം. അപ്പം ഈ ഫീൽഡിലൊക്കെയാണ് അദ്ദേഹം പ്രസിദ്ധനായിരുന്നത്. അന്യ ഹെ മേരെ ശബ്ദ്, മിട്ടി സെ കഹൂംഗാ ധന്യവാദ്, ബീജ് സെ ഫൂൽ തക്, പാനി, ഭീതർ, ഫൂൽ ആദി ഉൻകി പ്രമുഖ രചനായി ഹെ. മേൽ പറഞ്ഞ 3 കൃതികൾ ഉൾപ്പെടെ
അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കൃതികളുണ്ട്. ശരദ് ബില്ലോറെ സമ്മാൻ, രാം വിലാസ് ശർമ്മ സമ്മാൻ, കേദാർ സമ്മാൻ ആദി സേ വേ പുരസ്കൃത് ഹെ. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളാണ് മേൽ പറഞ്ഞിട്ടുള്ളത്. ശരദ് ബില്ലോറെ സമ്മാൻ, രാം വിലാസ് ശർമ്മ സമ്മാൻ, അതുപോലെ തന്നെ കേദാർ സമ്മാൻ. ഈ പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.